ജനാധിപത്യത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഏകാധിപത്യ ഭരണത്തിന് ശ്രമിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ബംഗ്ലാദേശ് നൽകുന്നത്. വികസന കുതിപ്പിലും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും അഴിമതിക്കാരെ അകറ്റി നിർത്തുകയും ചെയ്തില്ലെങ്കിൽ ഭരണത്തിലിരിക്കാൻ പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ പിൻബലം മാത്രം മതിയാകില്ല എന്ന് ബംഗ്ലാദേശ് പഠിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാനെ വീട് കയ്യേറി 18 കുടുംബാംഗങ്ങളോടൊപ്പം വധിച്ച നാടാണ് ബംഗ്ലാദേശ്. പലതവണ പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ട്. ഈ രാഷ്ട്രപിതാവിന്റെ മകളും 20 വർഷവും 8 മാസവും ഭരണം നടത്തിയ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയാണ് ഇപ്പം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാട് വിട്ട് ഓടേണ്ടി വന്നത്. ഇന്ത്യയിലേക്ക് പലായനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ തന്റെ പിതാവിന്റെ ഗതി തന്നെ തനിക്കും ഉണ്ടാകുമെന്ന് ഹസീന ഭയന്നിട്ടുണ്ടായിരിക്കണം. 1996 അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനയുടെ പേരിൽ ലോക റെക്കോർഡുകൾ പലതുണ്ട്. ഇപ്പം നിലവിൽ ഭരണത്തിലിരിക്കുന്ന വനിതാ നേതാക്കളിൽ ഏറ്റവും ആദ്യം അധികാരത്തിലേറിയത് ഷെയ്ഖ് ഹസീനയാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരണാധികാരിയായിരുന്ന ലോക വനിതയും ഹസീന തന്നെ. പക്ഷേ അധികാര തുടർച്ചയിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും അവസരം ഒരുക്കിയതൊക്കെ ബംഗ്ലാദേശിന്റെ ഉരുക്ക് വനിതയായ ഷെയ്ഖ് ഹസീനയുടെ വീഴ്ചയ്ക്ക് കാരണമായി. തന്റെ ഭരണകാലത്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയാതെ പോയതും ഷെയ്ഖ് ഹസീനയുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടി. ഹസീനയുടെ ഭരണത്തിന് വലിയ കുതിപ്പാണ് ബംഗ്ലാദേശിലുണ്ടായത്. 2023 ആളോഹരി GDP-യിൽ കേരളത്തിനേക്കാളും മുന്നേറ്റമായിരുന്നു ബംഗ്ലാദേശിലുണ്ടായിരുന്നത്. 2013-23 കാലയളവിൽ ഏഷ്യൻ പസഫിക് മേഖലയിൽ 4.3% ശരാശരി സാമ്പത്തിക വളർച്ചയെങ്കിൽ 6.5% ബംഗ്ലാദേശിലെ വളർച്ച. ഈ കാലയളവിൽ തന്നെ ബംഗ്ലാദേശിലെ ആരോഗ്യ വികസന മേഖലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2020 മാനവ വികസന ഇൻഡെക്സിലും ബംഗ്ലാദേശ് ഇന്ത്യയെക്കാളും വൻ നേട്ടം കൈവരിച്ചു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിലും ബംഗ്ലാദേശ് മികവ് കാട്ടി. 1973 151.4 ശിശുമരണ നിരക്ക് 2022 24.1 കുറച്ചു. പക്ഷേ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾക്കിടയിലും രാജ്യത്തെ രാഷ്ട്രീയ അവകാശങ്ങളും വൈവിധ്യങ്ങളും വെല്ലുവിളി നേരിട്ടു. ജനകീയ അവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യവും നിയമവാഴ്ചയും ഹനിക്കപ്പെട്ടു. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് പോലും ഇല്ലെന്നായി. ഈ വർഷം ആദ്യം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചിരുന്നു. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ഖാലിദ സിയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. തൊഴിലില്ലായ്മ പെരുകിയതും സംവരണ നയത്തിലെ പാളിച്ചകളും ഹസീനയ്ക്ക് വിനയായി. അയൽരാജ്യത്തുണ്ടായ അരാജകത്വത്തിന്റെ അസ്വസ്ഥതകൾ നമ്മുടെ രാജ്യത്തേക്ക് പടരാതിരിക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒപ്പം ബംഗ്ലാദേശ് നൽകുന്ന പാഠങ്ങൾ പഠനവിധേയമാക്കുകയും വേണം.